മാറ്റുവാനൊക്കെ അവിടെയാക്കി. അതിനു മുമ്പ് പല സ്ഥലങ്ങളിൽ പോയി കൂട്ടായ്മ നടത്തി പ്രാർത്ഥന നടത്തുന്ന രീതിയായിരുന്നു. അല്ലാതെ ക്രൂസൈഡുകളുടെ ഫാസ്റ്റിംഗ് പ്രയറും ഓൺലൈൻ പ്രയറുകളൊക്കെയാണ് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന രീതികൾ. എന്നാൽ ഇവിടെ ഇപ്പോൾ സൂമിൽ കൂടുവാൻ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതൊക്കെ സഹവാസികൾ തരുന്നല്ലോ ഓർത്ത് ശ്രദ്ധിക്കുന്ന പ്രാർത്ഥന സംഗമത്തിനെ സപ്പോർട്ട് ചെയ്ത ആത്മീയ സപ്പോർട്ട് ചെയ്ത എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ. ദൈവത്തിന് മഹത്വം. ഇന്നലെ അടിവാൻ ബിഷയുടെ ബോർഡ് കൂടിയിരുന്നു. നമ്മളൊരു 4 മണിക്ക് സിസ്റ്റേഴ്സിന്റെ മധ്യസ്ഥ പ്രാർത്ഥന ഈ സൂമിൽ നടക്കുന്നു. ദൈവമക്കളെ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥന ഓരോ സഹോദരിമാരുടെ പ്രാർത്ഥനയാണല്ലോ 4 മണിക്ക്. ദൈവമായി കർത്താവ് സഹായിക്കട്ടെ. മീറ്റിംഗിൽ അവസാനം കർത്താവിന്റെ ദാസൻ ജെയിംസ് വർഗീസ് ലീഡ് അവസാനിപ്പിക്കും. ഇന്ന് മെസ്സേജ് നൽകുന്ന കർത്തുദാസൻ പാസ്റ്റർ വേണുനാഥ് ജിയലാണ്. ഫോർഡായിൽ പാർത്തുകൊണ്ട് കർത്താവിനെ മഹത്വത്തോടെ സാക്ഷ്യം വഹിക്കുന്ന അനുഗ്രഹിക്കുന്ന പ്രയർ ഗ്രൂപ്പ് ശുശ്രൂഷ മേഖലകളൊക്കെ വളരെ പ്രയോജനം നമ്മുടെ ഗ്രൂപ്പ് അംഗമാണ്. പല പ്രാവശ്യം മെസ്സേജ് തന്നിട്ടുണ്ടെങ്കിൽ കർത്തുദാസൻ ബിസി ആയിട്ട് ദിവസം കിട്ടാറില്ലായിരുന്നു. രാവിലെ യോജിച്ചത് നന്ദിയുണ്ട്. തുടർന്ന് വചന ശുശ്രൂഷയ്ക്ക് കർത്തുദാസനെ സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ വേണുനാഥ് ജിയൽ. താങ്ക് യു പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാ ദൈവദാസിദാസന്മാർക്കും ഒരിക്കൽ കൂടെ DPM കുടുംബത്തിലേക്ക് കടന്നു വന്ന് നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കർത്താവ് നൽകിയിരിക്കുന്ന നല്ല സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതരായ ദൈവത്തിന്റെ ദാസന്മാർ, പ്രത്യേകിച്ച് ലോകത്തിന്റെ നോർത്ത് ഇന്ത്യയിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും കർത്തൃവേലയിൽ വ്യാപൃതരായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും കുടുംബമായി ഓർത്ത് ആമേൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളോടൊപ്പം ഒരിക്കൽ കൂടെ ദൈവത്തിന്റെ വചനവുമായി നിൽപ്പാൻ കർത്താവ് ബലപ്പെടുത്തുന്ന ഓർത്ത് സ്തോത്രം. വർഗീസ് ബേബി പാസ്റ്റർ നേതൃത്വം കൊടുക്കുന്ന ഈ പ്രയർ മൂവ്മെന്റ് എത്രത്തോളം അനുഗ്രഹമായി ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക്, പ്രത്യേകിച്ചും ഇന്ത്യയിലെ ഒരു ഉണർവിന് കർത്താവ് തന്റെ ദൈവദാസന്മാരെ ഒരുമിച്ച് കൂട്ടുന്നതോർത്ത് കർത്താവിനെ എത്ര സ്തുതിക്കുന്നു. ഈ അന്ത്യനാളുകളിൽ ദൈവം നമ്മളെയൊക്കെ ഇങ്ങനെ ഒരുക്കുന്നത് എത്രയോ അനുഗ്രഹമാണ്. ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായി അപ്പോസ്തല പ്രവൃത്തികൾ 10-ാമത്തെ അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങൾ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ ആക്ട്സ് ചാപ്റ്റർ 10 വേഴ്സ് 8, 7 and 8. അവനോട് സംസാരിച്ച ദൂതൻ പോയ ശേഷം അവൻ തന്റെ വേലക്കാരിൽ 2 പേരെയും തന്റെ അടുക്കൽ അകമ്പടി നിൽക്കുന്നവരിൽ ദൈവഭക്തനായ ഒരു പടയാളിയെയും വിളിച്ച് സകലവും വിവരിച്ച് പറഞ്ഞു യോപ്പയിലേക്ക് അയച്ചു. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായി, ഈ രാത്രിക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വളരെ അനുഗ്രഹമായ ഒരു രാത്രിയും പകലും നൽകി ഞങ്ങളെ ഇത്രത്തോളം നടത്തിയ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. ആയുസ്സോടെ ആരോഗ്യത്തോടുകൂടെ ഈ ദിവസത്തിൽ കർത്താവിനെ സ്തുതിപ്പാൻ, ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, അനേക വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിപ്പാൻ കർത്താവേ നിന്റെ ദാസന്മാർക്ക് കൊടുത്ത ബലത്തിനായി സ്തോത്രം. തുടർന്ന് ഞങ്ങൾ അല്പനേരത്തെ ചിന്തയ്ക്കായി വചനത്തിന് മുമ്പിൽ ഇരിക്കട്ടെ. കർത്താവേ, ഹൃദയമായി ഞങ്ങളോട് സംസാരിക്കണമേ, ബലപ്പെടുത്തണമേ, ശുശ്രൂഷിപ്പാൻ അടിയനെയും ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാമത്തെ അധ്യായം എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു അധ്യായം. പ്രത്യേകിച്ച് ലൂക്കോസ് എന്ന ചരിത്ര ഗവേഷകനും അതിലേറെ
കർത്താവിന്റെ ശിഷ്യനുമൊക്കെ കർത്താവിന്റെ ആമേൻ വേലയിലൊക്കെ 1-ാം നൂറ്റാണ്ടിലായിരുന്ന കർത്താവിന്റെ ദാസൻ എഴുതിയിരിക്കുന്ന മനോഹരമായ ഒരു വിവരണമാണ് 10-ാമത്തെ അധ്യായം. എത്ര വായിച്ചാലും മതി വരാത്ത അത്രമാത്രം പ്രാധാന്യമുള്ള, നമ്മള് വേദപുസ്തകം കരങ്ങളിൽ ഉയർത്തിപ്പിടിച്ചപ്പോ എത്ര സന്തോഷമായിരുന്നു. ഈ സുവിശേഷം യഹൂദന്മാർക്ക് വേണ്ടി മാത്രമാണോ എന്ന് ആയിരുന്ന ഒരു കാലഘട്ടത്തിൽ 10-ാമത്തെ അധ്യായം എഴുതി ചേർത്ത് ലോക മനുഷ്യരാശിക്ക് ഇവിടെ വിടുതലിന് വേണ്ടി ഈ സുവിശേഷം നാനാഭാഗങ്ങളിലേക്ക് എത്തുന്ന ഒരു വലിയ ആമേൻ ആമുഖം നൽകിക്കൊണ്ടാണ് ഈ 10-ാം അധ്യായം അവതരിപ്പിച്ചിരിക്കുന്നത്. കർത്താവിന്റെ വേലയിലായിരിക്കുന്ന ആമേൻ വിശ്വാസത്തിൽ നിലകൊള്ളുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പഠിക്കുവാനുള്ള, ദൈവത്തിന്റെ പദ്ധതികൾ നിറവേറുന്നത് കാണുന്ന അനുഗ്രഹീതമായ ഒരു അധ്യായമാണ് ഇത്. നമുക്കറിയാം, ഒരു ഡിവൈൻ പ്രിപ്പറേഷൻസിലൂടെയാണ് ഈ അധ്യായം കടന്നു പോകുന്നത്. 2 വ്യത്യസ്ത വ്യക്തികളെ, അപ്പോസ്തലനായ പത്രോസിനെയും കൈസരിയിലെ കൊർന്നല്യോസ് എന്ന് പറയുന്ന ഒരു ശതാധിപനെയും ദൈവം ഒരുക്കി നിർത്തി. ആദ്യമായി കൊർന്നല്യോസിന് കൊടുക്കുന്ന ദർശനം, ആ ദർശനത്താൽ കൊർന്നല്യോസിനെ ഒരുക്കിയെടുത്തതിന് ശേഷം സമാനമായ മറ്റൊരു ദർശനം അപ്പോസ്തലനായ പത്രോസിനും കൊടുത്ത് പത്രോസിനെയും ദർശനത്താൽ ഒരുക്കി. ഈ 2 ദർശനങ്ങളും കൈകോർത്ത് പിടിച്ചപ്പോൾ, അല്ലെങ്കിൽ 2 ദർശനവും തമ്മിൽ കൂട്ടിമുട്ടിയപ്പോൾ വലിയ ദൈവപ്രവൃത്തി. പത്രോസും കൊർന്നല്യോസും ദർശനമുള്ള 2 ആമേൻ വ്യക്തികൾ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ, അവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ചപ്പോൾ ദൈവപ്രവൃത്തിയുടെ വാതിലുകൾ തുറന്നു. കൊർന്നല്യോസിന്റെ ഭവനത്തിൽ വെച്ച് പത്രോസ് കൊർന്നല്യോസിനെ കണ്ടുമുട്ടി. അവിടെ വെച്ച് പലവിന്റെ ഉദ്ദേശങ്ങൾ പറഞ്ഞ് അവിടെ വേദിയൊരുങ്ങി, ദൈവം വേദിയൊരുക്കി. അത് കഴിഞ്ഞതിന് ശേഷം പരിശുദ്ധാത്മാ നിറവോടുകൂടെ വലിയ പ്രവൃത്തി അവിടെ വെളിപ്പെട്ട് ആ കുടുംബം, കൊർന്നല്യോസിന്റെ കുടുംബം ഒത്തൊരുമിച്ച് ജ്ഞാനപ്പെടുന്ന ഒരു അഭൂതപൂർവമായ ദൈവ പദ്ധതിയുടെ ഭാഗമാണ് നമ്മൾ ഈ 10-ാം അധ്യായത്തിൽ കാണുന്നത്. മുഖവരിയായി ഞാൻ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. സ്തോത്രം. വായിച്ച വേദഭാഗം കൊർന്നല്യോസിനെ ഒരുക്കുന്ന, ദർശനത്തോടെ ഒരുക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. നമ്മളെല്ലാവരും സുവിശേഷ വേലയിലായിരിക്കുമ്പോൾ, കർത്താവിന്റെ വേലയിലായിരിക്കുമ്പോൾ ആഗ്രഹിക്കുന്ന ഒന്നാണ്, കർത്താവെ, എനിക്ക് നൽകിയിരിക്കുന്ന ദർശനത്തിനനുസരിച്ച് മറ്റൊരു വ്യക്തിയെ കണ്ടുമുട്ടിയിരുന്നെങ്കിൽ എന്ന് എത്രമാത്രം നാം ആഗ്രഹിക്കുന്നവരാണ്. സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ഒരു നുറുങ്ങ് ചിന്ത എന്ന വണ്ണം ഇന്ന് ഈ വേദിയിൽ, ഇന്ന് മീറ്റിംഗിലായിരിക്കുന്ന ഒറ്റപ്പെട്ട് ദൈവവേലയിൽ എവിടെങ്കിലും ആയിരിക്കുന്ന ദൈവദാസന്മാരുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ. ദർശനം ഒരുക്കിക്കൊണ്ട് മറ്റൊരുവൻ കൈകോർത്തു പിടിക്കുന്ന അനുഭവത്തിലേക്ക് വേല വിശാലമാക്കും. ദൈവം അതിന് വേദി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അതോർത്ത് നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. വളരെ മനോഹരമായിട്ടാണ് ആമേൻ ലൂക്കോസ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. ആരാണ് കൊർന്നല്യോസ്?
കൊർന്നല്യോസ് കൈസരിയിലെ ഇറ്റാലിയ എന്ന പട്ടാളത്തിലെ ഒരു ശതാധിപനായിരുന്നു കൊർന്നല്യോസ്. അത്ര മാത്രമേ അവിടെ പറയുന്നുള്ളൂ. ഒരു ശതാധിപൻ 100 പട്ടാളക്കാരെ ആജ്ഞ പുറപ്പെടുവിച്ച് അവർക്ക് ലീഡർഷിപ്പ് കൊടുക്കുന്ന അതിശക്തനായ ഒരു കമാൻഡിങ് പവറുള്ള വളരെ ബ്രില്യൻ്റായ വളരെ ശക്തനായ ഒരു ശതാധിപൻ. അങ്ങനെയാണ് ദൈവം ഒരുവനെ തെരഞ്ഞെടുക്കുമ്പോൾ കർത്താവ് ശതാധിപനെ കുറിച്ച് അവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. ആ ശതാധിപന്റെ 5 പ്രത്യേകതകളാണ് നമ്മൾ കാണുന്നത്. അവൻ ഭക്തനായിരുന്നു, സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു, ജനത്തിന് ധർമ്മം കൊടുത്തു പോകുന്നവനായിരുന്നു, അവൻ ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോകുന്ന ഒരുവനായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് എ സെർട്ടൈൻ മാൻ ഇൻ കൈസരിയ എന്നുള്ളതാണ്. കൈസരിയിലെ ഒരു വ്യത്യസ്തനായ ഒരു മനുഷ്യനായിരുന്നു കൊർന്നല്യോസ്. നമുക്കറിയാം, പട്ടാളക്കാർ, റോമ പട്ടാളക്കാർ യഹൂദ തെരുവുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, സാധാരണ ഉള്ള യഹൂദ കോളനികളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, യഹൂദന്മാരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പടയാളികളെ കണ്ട് ഭയന്ന് അവരുടെ ചാട്ടവാറ് അടിയേക്കുമോ എന്ന് ഭയന്നോടുന്ന യഹൂദന്മാരുടെ ഇടയിലേക്ക് അതാ വളരെ ശാന്തനായ കൊർന്നല്യോസ് താന് വളരെ ദയ കാണിച്ച് അവർക്ക് ധർമ്മം കൊടുത്ത് അവരെ സ്നേഹിച്ച് ചാരിറ്റബിൾ വർക്ക് ചെയ്യുന്ന കൊർന്നല്യോസ് എന്ന ഒരു വ്യത്യസ്തനായ ഒരു മനുഷ്യനെയാണ് ദൈവം ദർശനത്തിനായി ഒരുക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ, ദൈവം പലരിൽ നിന്നും വ്യത്യസ്തത ഉള്ള ഒരു പ്രത്യേകത ഉള്ള അനുഭവത്തിലായിരിക്കുന്ന നമ്മളെ പ്രത്യേകമായ ദർശനം നൽകി ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഓരോ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, ഓരോ സ്ഥലങ്ങളിൽ കർത്തൃവേലയിൽ വ്യാപൃതരായി ഇരിക്കുന്നവർക്ക് ആമേൻ, ദൈവത്തിന് സ്തോത്രം, ഒരു വ്യത്യസ്തത, ഒരു പ്രത്യേകത ദൈവം നമ്മളിൽ കാണുന്നു. ഈ അന്ത്യനാളുകളില് ഇതുപോലെയുള്ള മീറ്റിങ്ങുകളിലൊക്കെ വന്നു കൂടുമ്പോൾ ഓർക്കണം, പുറത്ത് എത്രയെത്രയോ ജനം വെളിയിൽ യാതൊരുവിധ സമാധാനവുമില്ലാതെ, ആശ്വാസമില്ലാതെ, പല ലോകപരമായ ജീവിതങ്ങളിൽ അകപ്പെട്ട് ആമേൻ മ്ലേച്ഛത പ്രവർത്തിച്ച് പല രീതിയിൽ കഴിയുന്ന സ്ഥാനത്താണ് ദൈവം നമ്മളെ ഇത്രത്തോളം ഒരുക്കി ഇവിടെ കൊണ്ട് വന്നിരിക്കുന്നത്. അതത്ര മഹത്തരമായ അനുഭവമാണ്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ കൊർന്നല്യോസ് എന്ന വ്യത്യസ്തനായ ഒരു മനുഷ്യനായിരുന്നു. 6000 പട്ടാളക്കാർ, ഇറ്റാലിയയിലെ കൊഹോർട്ടില് 6000 പട്ടാളക്കാരിൽ ദൈവം ഒരുവനെ കണ്ടു. ഹല്ലേലൂയ. നമ്മളുടെ ഇടയിൽ നമ്മളെക്കാൾ ശ്രേഷ്ഠതൊക്കെ പലരും ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. നമ്മെ ഒരുവനെ പോലെ കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. അവൻ നമ്മളിൽ ഒരു പ്രത്യേകത കണ്ടു. ആ പ്രത്യേകത, ഒരു വ്യത്യസ്തത, കൊർന്നല്യോസിനെ പോലെ ഒരു വ്യത്യസ്തത നമ്മുടെ ജീവിതത്തില് ആമേൻ കർത്താവ് കാണുമ്പോൾ അവൻ ദർശനത്താൽ നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കും. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. അവൻ പ്രാർത്ഥന കഴിച്ചു പോകുന്നു. യഹൂദ ആമേൻ, ഹല്ലേലൂയ, തിരുവെഴുത്തുകൾ വായിച്ചും ആമേൻ തിരുവെഴുത്തുകളെ കുറിച്ച് അറിഞ്ഞുമൊക്കെ അവൻ ജീവനുള്ള ദൈവത്തെ ദൈവത്തെ മഹത്വപ്പെടുത്തി
ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോകുന്ന വ്യത്യസ്തനായ ഒരു ശതാധിപനായിരുന്നു അവൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയുള്ള ആ ശതാധിപനെയാണ് ദൈവം ദർശനത്താൽ ഒരുക്കുന്നത്. അവൻ ഒരു സമയത്ത് 9-ാം മണിനേരം ദർശനത്തിൽ ഒരു ദൈവദൂതൻ അവന്റെ അടുക്കൽ അകത്തു വരുന്നത് സ്പഷ്ടമായി കണ്ടു. കൊർന്നല്യോസേ എന്ന് തന്നോട് പറയുന്നതും കേട്ടു. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം 9-ാം മണിനേരം എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഉച്ച കഴിഞ്ഞ് 3 മണിനേരം സമയത്ത് ഒരല്പ സമയം മയക്കത്തിലാണ്ടുപോയ ഒരു പക്ഷേ, അല്ലെങ്കിൽ അവിടെ പ്രത്യേകിച്ച് കൊർന്നല്യോസ് തന്നെ പിന്നീട് പറയുന്നുണ്ട്, താൻ ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരുന്നെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. താൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ തന്റെ അടുക്കൽ വെള്ളവസ്ത്രധാരിയായ ഒരു ദൂതൻ തന്റെ അടുക്കൽ വന്ന് ഇറങ്ങി. അത് കണ്ട് ഭയപരവശനായ കൊർന്നല്യോസിനെ കണ്ടപ്പോൾ കൊർന്നല്യോസേ എന്ന് വിളിച്ച് ഒരു ദൈവിക ദർശനമാണ് കൊർന്നല്യോസ് അവിടെ കാണുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. ആ ദർശനം കണ്ടപ്പോൾ തന്നെ കൊർന്നല്യോസ്, ദൂതനെ കണ്ടപ്പോൾ തന്നെ കൊർന്നല്യോസ് ഭയപ്പെട്ടു പോയി. അവനെ വിളിച്ചു. കൊർന്നല്യോസേ എന്ന് തന്നോട് പറയുന്നതും അവനെ ഉറ്റുനോക്കി അവൻ പരവശനായി എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം. കൊർന്നല്യോസ് ദൂതനുമായിട്ട് ഏഞ്ചൽ വിസിറ്റേഷൻ തന്റെ ജീവിതത്തില് ഉണ്ടാകുകയാണ്. കൊർന്നല്യോസിന്റെ ജീവിതത്തിൽ ദൂതൻ ഇറങ്ങി. ദൂതൻ വിളിച്ച പേരാണ് കൊർന്നല്യോസേ എന്ന് പേര് വിളിച്ചുകൊണ്ട് കൊർന്നല്യോസിനോട് ദൈവം അരുളി ചെയ്ത ദൈവത്തിന്റെ വളരെ സ്പഷ്ടമായ ചില ഇൻസ്ട്രക്ഷൻസ് കൊർന്നല്യോസിന് കൊടുക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കെപ്പോഴും ഹല്ലേലൂയ ഏത് നിലവാരങ്ങളിലും ഏത് പ്രതിസന്ധികളിലും അവസ്ഥകൾ അറിഞ്ഞ് നമ്മളുടെ അടുക്കൽ ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ വലിയ സാന്നിധ്യം, കൊർന്നല്യോസിന്റെ അടുക്കൽ ഒരു ദൂതന്റെ സാന്നിധ്യം ഉണ്ടായെങ്കിൽ ഇന്ന് ഈ പുസ്തകവും എടുത്തുകൊണ്ട് വേലയിലേക്ക് ഇറങ്ങി തിരിച്ച നിങ്ങൾ ഓരോരുത്തരും ഞാനുമൊക്കെ ഹല്ലേലൂയ ദൂതനെ കണ്ടില്ല. ഒരുപക്ഷെ അക്ഷരാർത്ഥത്തിൽ ദൂതനെ കണ്ടില്ല, എന്നാൽ ഒരു ഉണ്ടായിരുന്നു. നമ്മളെ ഇറങ്ങാൻ പറഞ്ഞ ഒരു ദൈവശബ്ദം ഉണ്ടായിരുന്നു. നമ്മളുടെ അടുക്കലേക്ക് ഹല്ലേലൂയ നിയോഗമായി എത്തിയ ഒരു സമയമുണ്ട്. നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വന്ന ഒരു ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതൊരു വലിയ കൺഫർമേഷൻ ആയിരുന്നു. അതൊരു വലിയ ആശ്വാസമായിരുന്നു. അതൊരു വലിയ വിടുതലായിരുന്നു. കൊർന്നല്യോസിനെ ദൂതൻ ഇറങ്ങി തന്നെ വിളിക്കുമ്പോൾ തന്നെ വലിയവരായ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ അവൻ അനുഭവിപ്പാനിടയായി. രാത്രി ഹല്ലേലൂയ ഏത് പ്രതിസന്ധികളിലായിരുന്നാലും നമ്മളെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ വരവടുത്തിരിക്കുന്ന ഈ നാളുകളിൽ ദൈവം ചില പ്രത്യേകമായ ദർശനങ്ങൾ നൽകി നമ്മളെ അവൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കൈവിടാത്ത ദൈവം വേലസ്ഥലങ്ങളിൽ ഒരുപക്ഷെ ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥകളിലാണെങ്കിലും ദൈവം ദൂതന്മാരെ അയക്കുന്നത് പോലെ ദൈവം നമ്മളെ ശക്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. കർത്താവ് നമ്മളെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊർന്നല്യോസിനെ എന്ന് വിളിച്ചിട്ട് ആ ശബ്ദം കേൾക്കുകയാണ്. കർത്താവേ എന്ന് ചോദിച്ചു. അതിന് നിന്റെ പ്രാർത്ഥനയും ധർമ്മവും
ദൈവത്തിന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനയും നിന്റെ ധർമ്മവും ദൈവത്തിന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. ഇന്ന് രാത്രി നമ്മൾ നിരവധി വിഷയങ്ങൾ പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് ഹല്ലേലൂയ, നമ്മളുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു വലിയ ദൈവപ്രവൃത്തി നമ്മൾ ഇനി കാണാൻ പോവുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ദൈവ കൃപ, ദൈവത്തിന്റെ സന്നിധാനത്തിൽ അവൻ പ്രാർത്ഥനാ വിഷയങ്ങൾ എത്തുക മാത്രമല്ല, എത്തിയതിനെ ആമേൻ ഹല്ലേലൂയ, ആ എത്തിയ പ്രാർത്ഥനാ വിഷയത്തെ ആമേൻ അത് സെക്രട്ടേറിയറ്റിലെ ഫയൽ പോലെ അത് മടക്കി വെക്കുന്ന ഒരനുഭവമല്ല ദൈവസന്നിധാനത്തിലുള്ളത്. ഹല്ലേലൂയ. അത് ദൈവം തന്റെ സമയത്ത് അത് ആമേൻ ഹല്ലേലൂയ, ദൈവം അത് പുറത്തെടുത്ത് ഓരോ ഫയലുകൾ ആമേൻ പുറത്തെടുത്ത് ആ ഫയലുകളിൽ മേൽ തീർപ്പ് കൽപ്പിക്കുന്ന സമയമാണ് ഈ പ്രഭാതത്തിൽ. പ്രാർത്ഥനയിലായിരിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെ നിരവധി നാളുകളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾ അടഞ്ഞു കിടക്കുന്ന ഫയലുകൾ പോലെയല്ല. ആമേൻ ഹല്ലേലൂയ. എന്നാൽ ആമേൻ ഹല്ലേലൂയ, ഈ സമയം കർത്താവ് പറയുകയാണ്, ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, ആ പ്രാർത്ഥനകൾ ആമേൻ ആ ഫയലുകൾ കരങ്ങളിലെടുത്ത് ആമേൻ അതിന്റെ മേൽ വിഷയങ്ങളുടെ മേൽ തീർപ്പ് കൽപ്പിക്കുന്ന ഒരു കർത്താവിനെയാണ് ഇന്ന് രാവിലെ സമയം നാം ആരാധിക്കുന്നത്. അവന്റെ സാന്നിധ്യമാണ് നമ്മുടെ നടുവിലേക്ക് ഇറങ്ങി വരുന്നിരിക്കുന്നത്. ഓടിച്ച് പോകട്ടെ. ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ. കർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ അത് സംശയലേശമന്യേ വളരെ ശക്തമായ ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. കൊർന്നല്യോസിന് വളരെ സ്പഷ്ടമായിട്ടുള്ള ഇൻസ്ട്രക്ഷനാണ് ആമേൻ കൊർന്നല്യോസിനോട് കർത്താവ് പറയുന്നത്. ഇന്ന് പകൽ സമയം ഇറങ്ങിയ വേലയെ കുറിച്ച് ഇത് ആശ ആമേൻ ഊഹാഭോഗങ്ങളായിരുന്നു. ഇറങ്ങേണ്ടതുണ്ടായിരുന്നു. ആമേൻ എന്റെ അവസ്ഥകൾ ഇങ്ങനല്ലേ എന്നൊക്കെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഹല്ലേലൂയ, വ്യക്തമായ ആമേൻ നിർദ്ദേശം നൽകി തന്നെയാണ് ദൈവം നിന്നെ ആ സ്ഥാനത്ത് ആക്കിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിന്റെ പ്രാർത്ഥന എന്റെ സന്നിധാനത്തിൽ എത്തിയിരിക്കുന്നു എന്ന് ദൈവാത്മാവ് വിളിച്ചു പറയുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കൈസരിയിൽ നിന്ന് 30 മൈലുകൾക്കപ്പുറത്തുള്ള യോപ്പയിലെ അവിടെ പാർക്കുന്ന ശീമോന്റെ വീട്ടിൽ പാർക്കുന്ന പത്രോസിനെ വിളിച്ചു കൊണ്ടുവരണം. ഒരുപക്ഷെ കൊർന്നല്യോസ് ഈ പത്രോസിനെ കുറിച്ച് എത്രത്തോളം കേട്ടിട്ടുണ്ടെന്ന് നമുക്കറിയത്തില്ല. നേരിട്ട് അവർ തമ്മിൽ കണ്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. യാതൊരുവിധ മുൻധാരണകളൊന്നും ഈ പത്രോസിനെ കുറിച്ച് കൊർന്നല്യോസിന് ഉണ്ടായിരുന്നോ എന്ന് നമുക്കറിയത്തില്ല. പരിശുദ്ധാത്മാവ് അതെ ദൈവത്തിന്റെ ദൂതനോട് ദൈവം പറഞ്ഞിരിക്കുന്ന ശക്തമായ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞതുപോലെ ഇന്ന് രാത്രി, ഇന്ന് പകൽ സമയം ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായി വേലകളിൽ ആമേൻ ഹല്ലേലൂയ ദൈവിക പദ്ധതിയുടെ ഭാഗമായി ലോകത്തിന്റെ ആമേൻ ഹല്ലേലൂയ നാനാഭാഗങ്ങളിലായിരിക്കുന്ന നമ്മളെ ദൈവം ആമേൻ വ്യക്തമായ നിലവാരത്തിൽ വ്യക്തമായ ഇൻസ്ട്രക്ഷൻ തന്ന് അവൻ നമ്മളെ വഴി നടത്തും. അതിനകത്ത് വെല്ലുവിളികളുണ്ട്. ഇത് വിശ്വസിക്കണം. ഇത് വെറും ഊഹാഭോഗമാണ്. ധാരാളം പ്രവാചകന്മാരെ വിളിച്ച് ചോദിക്കണം, ഏതാണ് ഇതൊന്നും ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ദൈവസന്നിധാനത്തിൽ ആമേൻ ദൈവിക പദ്ധതിയുടെ ഭാഗമായിരിക്കുന്ന നമ്മെ ആശങ്കയ്ക്ക് വകയില്ലാതെ, കൺഫ്യൂഷൻ ഇല്ലാതെ, ആമേൻ യാതൊരുവിധ സംശയത്തിനും അടിസ്ഥാനമില്ലാതെ ആമേൻ ദൈവം വളരെ
ആമേൻ ഹല്ലേലൂയ കൊർന്നല്യോസിന് ഇടപെട്ടതുപോലെ ആമേൻ ഇന്ന് രാത്രി ഇന്ന് പകൽ സമയം ദൈവാത്മാവ് ഇടപെടുകയാണ്. ഹല്ലേലൂയ. അങ്ങ് 30 മൈലുകൾക്ക് അപ്പുറത്തുള്ള പത്രോസിനെ നീ നിന്റെ വീട്ടിൽ വിളിച്ചു വരുത്തേണം. അവന് പാർക്കുന്നു, അവന്റെ വീട് കടൽപ്പുറത്താകുന്നു എന്ന് പറഞ്ഞ് ഹല്ലേലൂയ അവനോട് സംസാരിച്ച ദൂതൻ പോയ ശേഷം ദൂതൻ വളരെ ശക്തമായിട്ട് ഇതെല്ലാം ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം കൊർന്നല്യോസ് തന്റെ വേലക്കാരിൽ 2 പേരെയും അകമ്പടി നിൽക്കുന്ന പടയാളിയെ ഒരു ദൈവഭക്തനായ പടയാളിയെയും വിളിച്ച് സകലവും വിവരിച്ചു പറഞ്ഞു. പറഞ്ഞാൽ പ്രാപിച്ച ദർശനം മറച്ചു വെക്കാതെ വളരെ പെട്ടെന്ന് തന്നെ ദൈവത്തിന്റെ ആലോചനയ്ക്ക് പെട്ടെന്ന് തന്നെ വിശ്വാസത്തോടുകൂടെ അനുസരണത്തിന്റെ സ്റ്റെപ്പ് എടുത്തു വെച്ച കൊർന്നല്യോസിനെ പോലെ ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിലും ഹല്ലേലൂയ ദൈവം നൽകുന്ന ആമേൻ ഇൻസ്ട്രക്ഷൻസ് ദൈവത്തിന്റെ ആലോചനയ്ക്ക് വളരെ പെട്ടെന്നുള്ള ആമേൻ ഒരു ഡിലേയും വരുത്താതെ നിറവേറ്റുന്നതിന് വേണ്ടി നമുക്ക് ദൈവ പദ്ധതിയുടെ ഭാഗമാകാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നുമാണ്.